മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. MLA ഹോസ്റ്റലിൽ നിന്നതാ ഇപ്പോൾ പ്രതിഷേധമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ കാറിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തി എന്നറിഞ്ഞ പ്രതിഷേധമുണ്ട്. തെരുവിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് DYFI പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ രാഹുലിന്റെ കാറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സ്വന്തം കാർ ഉപേക്ഷിച്ച് MLA ബോർഡുള്ള സ്വന്തം കാർ ഉപേക്ഷിച്ച് സുഹൃത്തിന്റെ കാറിലാണ് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. പുറകുവശത്തെ കവാടം വഴി പോകാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ പ്രതിഷേധമുണ്ട്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് രാഹുലിന്റെ കാറിന് മുന്നിൽ ഇപ്പോൾ പ്രവർത്തകർ. നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, മാധ്യമങ്ങളോടൊക്കെ ഒരുപക്ഷെ സംസാരിച്ചേക്കും രാഹുൽ എന്ന് കേട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ രാഹുൽ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ, അതും പുറം ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ വലിയ പ്രതിഷേധം. പോലീസ് പിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് DYFI പ്രവർത്തകരെ. പക്ഷേ വീണ്ടും ആളുകൾ അവിടേക്ക് എത്തുകയാണ്. ആര്യ, പൊടുന്നനെയാണ് ഈ പ്രതിഷേധം ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പ് അറിയിച്ചിരുന്നത് നിയമസഭാ കവാടത്തിന് മുൻപിൽ പ്രധാന ഗേറ്റിന് മുന്നിൽ മാധ്യമങ്ങളെ കാണും എന്നാണ്. MLA ഹോസ്റ്റലിനുള്ളിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. പക്ഷേ പ്രധാന കവാടത്തിലേക്ക് വരുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുള്ള ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങാനാണ് ശ്രമിച്ചത്. അവിടെയാണ് പൊടുന്നനെ DYFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. അവിടെ മാധ്യമപ്രവർത്തകർ നേരത്തെ തന്നെ രാഹുൽ അതുവഴി വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അവിടെ നിലയുറപ്പിച്ചിരുന്നു. അവിടെ ഈ DYFI പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. അവർ മാറിയൊക്കെയാണ് നിന്നിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ MLA ഹോസ്റ്റലിൽ അല്ല അനന്തരം ഒരു മിനിറ്റ് രാഹുൽ സംസാരിച്ചു. രാഹുലെ മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ടോ? രാഹുൽ ഈ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയുന്നുണ്ട്? രാഹുലിനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തെ പോലീസ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും രാഹുൽ മറുപടി പറയുന്നു. കൃത്യമായ മറുപടി ഉണ്ടാവും രാഹുലിന്റെ ഭാഗത്തുനിന്ന്. അജി, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ MLAക്കെതിരെ ഉയർന്നു പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒളിവിൽ പോയതാണോ, അല്ലെങ്കിൽ ഒരു സാഹചര്യം വരാത്തത് കൊണ്ട് പുറത്തിറങ്ങിയതാണോ? ഇപ്പൊ അവിടെ വെച്ച് കാണും. ഇത്തരം പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ? ഇപ്പൊ മാധ്യമങ്ങളെ കാണും അവിടെ വെച്ചിട്ട്. ഈ പോലീസ് വേണ്ട വിധത്തിൽ ഒരു സുരക്ഷ തരുന്നില്ല എന്നൊരു തോന്നല് രാഹുലിനുണ്ടോ? രാഹുൽ ഇന്ന് സഭയിലെത്തിയതിന് പ്രതിപക്ഷ നേതാവിന് കടുത്ത എതിർപ്പാണുള്ളത്. അതിനെന്താണ് പറയാനുള്ളത്? രാഹുൽ തുടർന്നും ഈ സഭയിലെത്തുമോ? രാഹുലെ നാളെ സഭയിലുണ്ടാവും. രാഹുൽ തുടർന്നും എല്ലാ ദിവസവും സഭയിൽ പങ്കെടുക്കുമോ? സഭാ നടപടി രാഹുൽ? എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കും, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നുള്ളതാണ് പ്രതികരണം. പക്ഷേ ഒരു ചോദ്യത്തിന് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയില്ല. അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, $1 മില്യൺ ക്വസ്റ്റ്യൻ. പ്രതിപക്ഷ നേതാവ് VD സതീശന് രാഹുൽ സഭയിലേക്ക് എത്തിയതിൽ വലിയ അതൃപ്തി ഉണ്ടല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു തരത്തിലും മറുപടി പറയാൻ രാഹുൽ തയ്യാറായില്ല. മാധ്യമങ്ങളോട് സംസാരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും അവിടെ DYFIയുടെ പ്രതിഷേധമുണ്ട്. പോലീസ് രാഹുലിന്റെ കാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാത്തിനും മറുപടി പറയും. സഭയിൽ നാളെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനും പ്രതിപക്ഷ നേതാവിന്റെ അതൃപ്തി. ഈ രണ്ട് ചോദ്യങ്ങൾക്കും രാഹുൽ തലയാട്ടുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത്. അമലിനോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സുഹൃത്തിന്റെ കാറിലാണുള്ളത്.
പോകാൻ എന്താണ് തടസ്സമെന്ന് അറിയില്ല. ഇപ്പോൾ